പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 നെക്സ്റ്റ് പോർഷനാണ്. ഇതിനു മുൻപുള്ള പോർഷൻസ് എല്ലാം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കായ ഗണിതമഞ്ജരിയാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ ദ 2D പ്ലെയിൻ. 2D പ്ലെയിനിലെ 2 പോയിൻറ്റുകളുടെ ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എക്സ് ആക്സിസിലാണ് നമ്മുടെ പോയിൻറ്റുകളെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്? ഇപ്പോൾ എക്സ് ആക്സിസിൽ ഇത് 6ഉം ഇത് 2ഉമാണ് എങ്കിൽ ഈ പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? 6 - 2 ചെയ്യും. അപ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 യൂണിറ്റ്സ് ആയിരിക്കും. ഇങ്ങനെയായിരുന്നു നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ADM. ഈ ട്രയാങ്കിൾ ഒരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ? അതായത് എല്ലാ ആംഗിളുകളും 60 ഡിഗ്രിയിൽ കുറവായിട്ടുള്ളൊരു ട്രയാങ്കിളാണ്. അതേപോലെ ഇത് ഏത് ക്വാഡ്രൻറ്റിലാണുള്ളത്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് അല്ലേ? എക്സ് ആക്സിസും പോസിറ്റീവാണ്, വൈ ആക്സിസും പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. നമുക്ക് ഇതിൻ്റെ സൈഡ്സ് ആയ ADയുടെയും DMൻ്റെയും MAയുടെയും സൈഡ് ലെങ്തുകൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ദ ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് എക്സ് ആക്സിസ്. അതായത് നമ്മൾ ADയുടേതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൽ വരുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ താഴേക്ക് വരും അല്ലേ? ഇതിവിടെയും വരും, ഇത് ഇങ്ങോട്ട് ചെയ്താൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് എടുക്കുന്നു. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് എടുത്ത് ഈ സൈഡിൻ്റെയും ലെങ്ത് കണ്ടുപിടിച്ചാൽ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് ADയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. ആ ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിയേ, ഈ ഒരു ഫിഗറിൽ നോക്കിയേ, ദ ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് ദി എക്സ് ആക്സിസ് ഈസ് ഗിവൺ ബൈ CD. അതായത് 2 പോയിൻറ്റുകളിൽ നിന്നും നമ്മൾ ലൈനുകൾ വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഇവിടെ CD എന്ന് പറയുന്നത് എന്താ? D7 ആണ്, C3 ആണ് എക്സ് ആക്സിസിൽ അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് CDയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 4. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? 7 നമ്മൾ എന്തായിട്ടാണ് എടുത്തത്? Dയുടെ എക്സ് കോർഡിനേറ്റ് ആണ് 7, Aയുടെ എക്സ് കോർഡിനേറ്റ് ആണ് 3. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് D മൈനസ് എക്സ് കോർഡിനേറ്റ് ഓഫ് A ആണെന്ത്? CD എന്ന് പറയുന്നത്. ഓക്കെ, ഇനി AC എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? AC എന്ന് പറയുന്നത് Y ആക്സിസിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 1ഉമാണ്. 4 - 1 ചെയ്താൽ നമുക്ക് 3 കിട്ടും. അപ്പോൾ ഇത് 3 യൂണിറ്റ്സ് ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയേ? AC = Y കോർഡിനേറ്റ് ഓഫ് A മൈനസ് Y കോർഡിനേറ്റ് ഓഫ് D, ദാറ്റ് ഈസ് 4 - 1 3 എന്ന് കിട്ടി. ഇനി നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ AD കണ്ടുപിടിക്കുന്നു. AD ഈസ് ദ ഹൈപ്പോട്ടനസ് അല്ലേ? അപ്പോൾ AD എന്താണ്? നമുക്കിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. AD എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ എന്ത് വരും? റൂട്ട് 4² പ്ലസ് 3². 4² ഈസ് 16, 16 പ്ലസ് 3² ഈസ് 9, ദാറ്റ് ഈസ് 25. റൂട്ട് 25 ആണ് നമുക്കിവിടെ 5 യൂണിറ്റ്സ് എന്ന് കിട്ടിയത്. അപ്പോൾ AD നമുക്ക് എന്ത് കിട്ടി? 5 യൂണിറ്റ്സ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതേപോലെ തന്നെ DMഉം MAയും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ DM നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? DM കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഈ സൈഡിൻ്റെ ലെങ്ത് 9 - 7 വരും. അതായത് എക്സ് കോർഡിനേറ്റ് ഓഫ് M മൈനസ് എക്സ് കോർഡിനേറ്റ് ഓഫ് D, ദാറ്റ് ഈസ് 9 - 7 2. ഇനി ഈ സൈഡ് എന്തായിരിക്കും? Y കോർഡിനേറ്റ് ഓഫ് M മൈനസ് Y കോർഡിനേറ്റ് ഓഫ് D, ദാറ്റ് ഈസ് 6 - 1, ദാറ്റ് ഈസ് 5. ഇനി നമുക്ക് DM കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2² പ്ലസ് 5². 2² ഈസ് 4, 5² ഈസ് 25. 25 + 4 ഈസ് റൂട്ട്
29 റൂട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഡി എം എന്ത് കിട്ടി? √29 യൂണിറ്റ്സ് എന്ന് കിട്ടി. ഇതേപോലെ എം എയും കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ സൈഡ് എന്തായിരിക്കും? ഈ സൈഡ് എക്സ് കോർഡിനേറ്റ് ഓഫ് എം മൈനസ് എക്സ് കോർഡിനേറ്റ് ഓഫ് എ, ദാറ്റ് ഈസ് 9 - 3 is 6. ഇനി ഈ സൈഡ് എന്തായിരിക്കും? വൈ ആക്സിസിലേക്കാണ് നോക്കുന്നത്, അതുകൊണ്ട് വൈ കോർഡിനേറ്റ്സ് വേണം എടുക്കാൻ. വൈ കോർഡിനേറ്റ്സ് ഓഫ് എം മൈനസ് വൈ കോർഡിനേറ്റ് ഓഫ് എ, അതായത് 6 - a, ദാറ്റ് ഈസ് 6 - 4, ദാറ്റ് ഈസ് 2. അപ്പോൾ എന്ത് വരും? 6² + 2², √6² + 2², ദാറ്റ് ഈസ് √40 യൂണിറ്റ്സ് എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സൈഡിൻ്റെ ലെങ്തും കിട്ടി, √40 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഇതിനെ നമ്മൾ x1 എന്നും y1 എന്നും എടുക്കുന്നു. ഇതിനെ നമ്മൾ x2 എന്നും y2 എന്നും എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? x2 - x1 എടുത്തു, y2 - y1 എടുത്തു. ഇത് ഈ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തത് അതിൻ്റെ സ്ക്വയറുകളുടെ സമ്മാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കത് ജനറലായിട്ട് പറയുവാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, അതായത് x1 y1 ആൻഡ് x2 y2 എന്ന് പറയുന്നത് എന്താ? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ. റൂട്ടുണ്ട്, √x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ ആണ് ഈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിൻറ്റുകളുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോർമുല, അതിനെ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല എന്നാണ് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ x2 - x1ഉം y2 - y1ഉം പോസിറ്റീവോ നെഗറ്റീവോ ആയാലും അവിടെ ഡിഫറൻസ് ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണ്? x2 - x1 ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ പോസിറ്റീവിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് 16 എന്ന് കിട്ടും. ഇനി നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ -4ൻ്റെ സ്ക്വയർ ആണെങ്കിലും നമുക്ക് എന്ത് തന്നെ കിട്ടും? സെയിം നമ്പർ തന്നെ കിട്ടും. സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. അതുകൊണ്ട് x2 - x1ഉം y2 - y1ഉം പോസിറ്റീവോ നെഗറ്റീവോ ആയാലും ഇവിടെ ഡിഫറൻസ് ഒന്നും സംഭവിക്കുന്നില്ല. ഇനി x1 x2 y1 y2 നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ എന്താണ് ആവുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ഫിഗറിൽ ട്രയാങ്കിൾ AMD വൈ ആക്സിസിൽ റിഫ്ലക്റ്റ് ചെയ്ത ഒരു ഇമേജാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എയുടെയും എമ്മിൻ്റെയും ഡിയുടെയും കോർഡിനേറ്റ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് ഇവിടെ വന്നപ്പോൾ എന്തായി? എക്സ് ആക്സിസ് നെഗറ്റീവായി അല്ലേ? അതുകൊണ്ട് -3,4 ആയി. ഇവിടെ വന്നപ്പോൾ എന്തായി? എക്സ് ആക്സിസ് നെഗറ്റീവ് ആയതുകൊണ്ട് -9,6 ആയി. ഇവിടെയും എക്സ് ആക്സിസ് നെഗറ്റീവ് ആയതുകൊണ്ട് -7,1 ആയി. അതായത് എക്സ് കോർഡിനേറ്റുകളെല്ലാം ഇവിടെ നെഗറ്റീവായിട്ട് മാറി. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ എന്താ വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, CD എടുക്കുമ്പോൾ എന്താ വരുന്നത്? എക്സ് കോർഡിനേറ്റ് ഓഫ് A' ദാറ്റ് ഈസ് -3 മൈനസ് പിന്നെന്താ എക്സ് കോർഡിനേറ്റ് ഓഫ് D', അപ്പോൾ -7. അപ്പോൾ -3 മൈനസ് -7 എന്ത് വരും? -3, ഇത് +7 ആകും. അപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി? 4 തന്നെ കിട്ടി. ഇനി AC എടുക്കുമ്പോൾ എന്ത് വരും? AC എടുക്കുമ്പോഴും 4 - 1 ദാറ്റ് ഈസ് 3. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഈ സൈഡ് നമുക്ക് 4 എന്നും കിട്ടി, ഇത് 3 എന്നും കിട്ടി. അപ്പോൾ എന്ത് വരും? 4² + 3² ദാറ്റ് ഈസ്, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 5 എന്ന് തന്നെ നമുക്ക് കിട്ടും. മുകളിൽ നമുക്ക് എന്ത് തന്നെയായിരുന്നു കിട്ടിയത്? 5 തന്നെയായിരുന്നു കിട്ടിയത്. അതേപോലെ തന്നെ ഓരോ സൈഡുകൾ എടുക്കുമ്പോഴും നമുക്ക് ആ സെയിം വാല്യൂസ് തന്നെയായിരിക്കും നമുക്കിവിടെ കിട്ടുക. മനസ്സിലായല്ലോ? അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് ഇപ്പുറത്ത് വന്നാലും എന്ത് തന്നെയായിരിക്കും? സെയിം വാല്യൂസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി x2 - x1ഉം y2 - y1ഉം പോസിറ്റീവോ നെഗറ്റീവോ ആയാലും ഡിഫറൻസ് ഒന്നും വരത്തില്ല. സ്ക്വയർ വരുമ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ മാറും.
അപ്പോൾ ഇതാണ് അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് √x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.